ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുക കാണാൻ. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? മരത്തടി മൊണ്ണേ. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. കാരണം അവൻ ആരാന്ന് ചോദിക്കും. മനസ്സിൽ ആദ്യം തന്നെ ചോദിക്കണം, ഇവൻ എന്തിനാ ഇവിടെ വന്നേ, ഇവൻ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണം ഉണ്ടോ ഇയാൾക്ക്? എന്തോ കാണാൻ വന്നതാ. പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുക. ഇനി കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണത്. ഇയാൾക്ക് എന്താണ് വയ്യേ? നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ. ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. ഈ കഴിഞ്ഞ 3 ദിവസം പോകാറുന്നത് ഇയാളുടെ തയ്പ്പിച്ച് കിട്ടിയില്ല കേട്ടോ തുണി. അതുകൊണ്ടാ ആ പട്ടാള വേഷം ഇയാളുടെ സൈസിനൊത്തില്ല. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കും, ഇവൻ എന്ത് ക്വാളിഫിക്കേഷൻ ഈ പറയാ അവിടെ പോകാൻ എന്ത് യോഗ്യതയുള്ളവനാ ഇവൻ? കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്ന നാറിച്ചെറ്റേ. എന്ന് ചിന്തിക്കാൻ ബോധമില്ലേ? ആർക്കും ബോധമില്ലേ? എത്ര പട്ടാളക്കാർ ഈ പൊട്ടന്റെ ചുറ്റും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഒരു മണ്ടൻ എവിടെ നിന്ന് ഇറങ്ങിയേക്കുക. അവൻ മണ്ടൻ അതുവഴി കണ്ടിട്ട് പോട്ടെ. അവന് വേഷം കെട്ടി നടക്കുക. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. ബോധം ഇല്ലാത്തവനാണെങ്കിലും വിചാരിക്കേ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. തെണ്ടിത്തരല്ലേ കാണിച്ചത്? അതിനുള്ള ബുദ്ധി അയാൾക്കില്ല. ആ മനുഷ്യന് അതിനുള്ള ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്തൊരു മഹാമണ്ടൻ. എന്റെ മുമ്പിൽ നീ ഇവളെ കൊണ്ട് പോയിക്കോ, ഞാനിപ്പോ വരാം. അരി ഇടിക്കാൻ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഞാൻ പോകുന്നു. ബൈ.